നമ്മൾ കാണാൻ പോണ ഒരു ഊഞ്ഞാലിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഏതാണെന്നല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഊഞ്ഞാൽ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഊഞ്ഞാൽ മേടിച്ചുണ്ടാവും. നമ്മൾ വിചാരിക്കും ഈ സ്റ്റാൻഡില്ലേ, ഇത് നമ്മൾ വിചാരിക്കും മറിഞ്ഞു വീഴുമല്ലോ, ഇതിന് നമ്മൾ വെയിറ്റ് കൊടുത്താൽ ഇത് മറിഞ്ഞു പോകുമല്ലോ. ഇതൊക്കെ നമുക്ക് വീട്ടിനകത്ത് വെക്കാമല്ലോ. ഈ ഊഞ്ഞാലാകുമ്പോൾ കുറച്ച് സ്ഥലമൊക്കെ മതി ഇരിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ആടാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആടാം, ഏത് പൊസിഷനിൽ വേണമെങ്കിലും ആടാം. ഏതാ കണ്ടോ, ഇതിനകത്തൊരു എസ് പോലെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ഊഞ്ഞാൽ മേടിക്കൊരു സ്പ്രിങ് കൂടെ ഉണ്ട്. ആ സ്പ്രിങ് വേണം നമുക്ക് മേളിൽ റൂഫിൽ കൊടുത്തിട്ടും ചെയ്യാം. നമ്മൾ ഇതിനകത്ത് സ്പ്രിങ് ഇടാത്തത് തറയിൽ തട്ടുന്ന കാരണത്താലാണ്. നല്ലൊരു ഊഞ്ഞാലാണ്. നമ്മൾ വിചാരിക്കും ഈ സ്റ്റാൻഡ് വെയിറ്റ് കയറി ഇരുന്നാൽ മറിഞ്ഞു പോകുന്നത് നമ്മൾ കരുതും. ഇല്ല, 125 കിലോ വരെ ഇതിനകത്ത് ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. നല്ലൊരു ഊഞ്ഞാലാണ്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലത്തെ ഊഞ്ഞാൽ മേടിക്കാം കേട്ടോ. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുമല്ലോ, ഇത് മറിഞ്ഞു പോവുമോ, ഈ സ്റ്റാൻഡിന് ബലം ഉണ്ടാവുമോ, എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. എന്നാലും ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു കുഷ്യനും കൂടെ വരുന്നുണ്ട്. ഇതിൽ പല കളറിലും വരുന്നുണ്ട് ഈ ഊഞ്ഞാൽ കേട്ടോ. ഇത് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് മാറ്റിയൊക്കെ മേടിക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്തൊരു സ്പ്രിങ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, സ്പ്രിങ് ഉണ്ടാവും. ഇതിങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി സ്പേസ്, നമുക്ക് കുറച്ചുകൂടി സ്പേസ് ഉള്ള സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ വെച്ച് സ്പേസിൽ നമുക്ക് ആടാനും പറ്റും. കുറച്ച് സ്ഥലമൊക്കെ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് എത്ര വെയിറ്റ് താങ്ങുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ട്. എൻ്റെ വെയിറ്റ് തന്നെ ഉണ്ടാവും. നല്ല വെയിറ്റൊക്കെ ഉള്ള ആളാണ്. എന്നിട്ട് എന്താ കണ്ട, നമുക്ക് ഇങ്ങനെ നല്ലോണം ഇരുന്ന് ആടാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ട, നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴും ഊഞ്ഞാലാടാനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് വാങ്ങിക്കാം. കാരണം നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഒരു ടെൻഷനിൽ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഇത് പറ്റില്ല എന്നൊക്കെ തോന്നുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഇത് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയണം. ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങിച്ചോ. ഈ ശബ്ദം കേട്ട് എന്തിനെന്നല്ലേ നിങ്ങൾ ചിന്തിക്കാം. അത് നമ്മൾ ഈ പൊസിഷനിൽ വേറെ മാറ്റി ഇടുമ്പോൾ അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നതാണെന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇരുന്ന് നല്ലോണം ഇരുന്ന് കാണാൻ പറ്റും. പിന്നെ നിരപ്പായ സ്ഥലത്ത് വേണം ഇത് കൊടുക്കാൻ. ഈ റൗണ്ട് ഷേപ്പല്ലേ ഇതിൻ്റെ, അപ്പോൾ ഇല്ലെങ്കിൽ അത് ഒരു ഏറ്റക്കുറച്ചിൽ വരും. റൗണ്ട് ഷേപ്പ് നല്ല നിരപ്പായ സ്ഥലമല്ലെങ്കിൽ നമ്മുടെ താഴെ ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റിൻ്റെ മുകളിലാണ്, താഴെയാണ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് വരത്തില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇച്ചിരി റേറ്റ് കൂടുതലാണ് കേട്ടോ. ഈ സ്റ്റാൻഡും കൂടി വരുമ്പോൾ റേറ്റ് ചിലപ്പോൾ കൂടുതലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഊഞ്ഞാൽ വാങ്ങിക്കാം.